എത്ര നേരം ഇങ്ങനെ റിപ്പീറ്റ് അടിച്ചോണ്ടിരിക്കും? ആര്? ആര്? ഞാനോ? ഒറിജിനലാണോ? ഇത് ബ്രൈറ്റ് ഫോക്സ് ഒറിജിനലാണോ എന്നാ ചോദിച്ചേ. അല്ല. ആന്ന്. പിന്നെന്തിനാ ചോദിച്ചേ? അല്ല, ചിലര് പറ്റിക്കുന്നുണ്ട്. ഇച്ചിരി മുമ്പ് ഈഗിളിന്റെ ഫോട്ടോ ഇട്ടോണ്ട് വന്നേ. ഞാൻ എല്ലായിടത്തും പോയി നോക്കിയപ്പോ ഈഗിളിനെ കാണുന്നില്ല. ഈഗിളിന്റെ ഫോട്ടോ ഇട്ടുകൊണ്ട് വന്നിരുന്ന് നോക്കും അറിയാമെങ്കിൽ പിന്നെ എന്തിനാ ഈഗിളിനെ പോയി അല്ല, നോക്കുന്നേ? ഇതുകൂട്ട് മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് മൂവ്മെന്റ് ഇങ്ങനെ ആടുന്നുണ്ടായിരുന്നു ഇങ്ങനെ. ഓ, ഈഗിള് വന്നിരുന്ന് ആടി. ഓക്കെ, അങ്ങനെ. ഞാൻ ഒറിജിനലാ. ഞാൻ ആടും. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എക്സ്ലാൻഡിസിലുള്ള ആളായിരുന്നു. ഓ, എന്നിട്ട് ഇറങ്ങിയോ? അവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങി. ഞാൻ മിസ്റ്റർ എക്സിലുണ്ടായിരുന്നു. എന്താ പേര്? എന്റെ പേര് ആന്റണി പുന്നക്കാടൻ എന്നായിരുന്നു. അതിലത്തെ പേര് കമാൻഡർ ആയിരുന്നു അവിടുത്തെ. കണ്ടിട്ടില്ല നിങ്ങൾ? കണ്ടിട്ടില്ലതാ. ഞാൻ ഇങ്ങനെ തമാശ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരാളാണ്. പാവം പിടിച്ച ഒരാളാണ്. ഞാൻ ഫണ്ണി ചോദ്യം ചോദിച്ച ഉത്തരം പറയുമോ? ഓ, ഫണ്ണിയായിട്ട് ഉത്തരം പറയണോ? സുരേഷിനെ അറിയാമോ? അറിയാല്ലേ? അപ്പൊ സുരേഷ് ഒരു ദിവസം ഒരു വഴി കൂടെ പോയപ്പോൾ താഴെ 2 500-ന്റെ നോട്ടും ഒരു നെയ്യപ്പവും കിടപ്പുണ്ടായിരുന്നേ. ഈ സുരേഷ് ഇല്ലേ, ആ നെയ്യപ്പം എടുത്തോണ്ട് പോയെന്നേ പൊട്ടൻ. എന്തുകൊണ്ടായിരിക്കും പോയത്? സുരേഷ് നെയ്യപ്പം എടുത്തോണ്ട് പോയി, 500-ന്റെ നോട്ട് കളഞ്ഞ്. സുരേഷ് ചിലപ്പം നെയ്യപ്പക്കട ഞാൻ 2 സെക്കൻഡ്. സുരേഷ് നെയ്യപ്പം എടുത്തോണ്ട് ഓടി. സുരേഷിന്റെ പേര് സുരേഷ് കാക്കയാണോ? സുരേഷിന്റെ പേര് കാക്കയാണ്. കേട്ടിട്ടുണ്ടോ? അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുറ്റു കാക്ക കൊത്തി കടലിലിട്ടു. ആ കാക്കയാണ് സുരേഷ്. ഞാനൊന്ന് 2 സെക്കൻഡ് ചിന്തിച്ചപ്പോ തന്നെ ഇതിന് എനിക്ക് ആൻസർ കിട്ടി. കുറച്ച് ബ്രില്യന്റ് ആണ്. എന്നാ ബുദ്ധിമതിയോടെ ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. 3 ഭർത്താക്കന്മാരുള്ള സംഖ്യ ഏതാ? കണ്ണ് ക്യാമറയിലോട്ട് നോക്കണേ. സ്ക്രീൻ ഇവിടെയാണ്. നോക്കണ്ട, ഞാൻ ലൈവ് അല്ല. നോക്കിയോ, ഞാൻ ലൈവ് അല്ല. ആരും എന്നെ ഹെൽപ്പ് ചെയ്യാനില്ല. 2 ഭർത്താക്കന്മാരുള്ള നമ്പരാ. 3 ഭർത്താക്കന്മാരുള്ള സംഖ്യ. 3 ഭർത്താക്കന്മാരുള്ള സംഖ്യ. ക്ലൂ വേണോ? കുന്തി ദേവിക്ക് എത്ര ഭർത്താക്കന്മാരായിരുന്നു? ഒരു ക്ലൂ തരാമേ. പാഞ്ചാലിക്ക് 5 അല്ലേ? പാഞ്ചാലിക്ക് 5. 1 തൊട്ട് 15 വരെ മലയാളത്തിൽ എണ്ണം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഉത്തരം പറഞ്ഞല്ലോ. 13 ആണോ? 13. ഞാൻ ആദ്യമേ പറഞ്ഞത്. പിന്നെ ബ്രോയ്ക്കിന് വിഷമമായാലും ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആൻസർ പറഞ്ഞതുകൊണ്ട് ഞാനങ്ങ് സ്കിപ്പ് ചെയ്തതാണ്. എനിക്കറിയാം ആരോ പറഞ്ഞു തന്നോ. ആരും പറഞ്ഞു തരുന്നില്ല. എനിക്ക് ആരും പറഞ്ഞു തരാൻ. ഞാൻ ലൈവ് അല്ല, സോ അതുകൊണ്ട് എനിക്ക് ആരും പറഞ്ഞു തരാനില്ല. എന്നാലേ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. 2 അച്ഛനും 2 സണ്ണും ഉണ്ട്, പുത്രനും. അച്ഛന്മാര് അവര് ഫാമിലി ആയിട്ട് ഒരു സിനിമയ്ക്ക് പോയി. സിനിമയുടെ ടിക്കറ്റ് ഫെയർ 150 റുപ്പീസ്. അങ്ങനെയാന്ന് എത്ര രൂപ അവര് മുടക്കി കാണും? ഒന്നുകൂടെ പറഞ്ഞ 2 ഭർത്താക്കന്മാരും 2 അച്ഛന്മാരും 2 മക്കളും അവര് ഫാമിലി ആയിട്ട് സിനിമയ്ക്ക് പോയി. 2 അച്ഛന്മാരും 2 മക്കളും. ഓ, ഇവര് 2 കുടുംബമാണോ? അതെനിക്കറിയത്തില്ല. അവര് ഫാമിലി ആയിട്ടാ പോയത്. അപ്പൊ അത് അവിടെ ചെന്ന് ടിക്കറ്റ് എടുത്തപ്പോ ടിക്കറ്റ് ഫെയറിന് ഒരാൾക്ക് 150 രൂപ. അപ്പൊ എത്ര ടിക്കറ്റ് അവരെടുത്തു? എത്ര രൂപയായി? 8 പറയാൻ നോക്കല്ലേ, ഇങ്ങോട്ട് നോക്കി. ഞാൻ അങ്ങോട്ട് തന്നെ നോക്കുന്നു. ഞാൻ എന്റെ സ്ക്രീനിൽ തന്റെ പൊട്ടറ്റോ ഫേസ് ആണ്. എന്താണ് എന്ത് സാധനം? ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ട്. എന്റെ പേര് ചാത്തൻ പൊത്തത്തോ എന്നാ. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്. ഓ, എന്റെ ചാനലിന്റെ പേര് ഇതാണ്. ഞാൻ 2 അച്ഛന്മാരും 2 മക്കളും കൂടെ സിനിമയ്ക്ക് പോയപ്പോ 150 രൂപയുടെ ടിക്കറ്റ് എടുത്തു. അപ്പൊ എത്ര രൂപയുടെ ടിക്കറ്റ് അവർക്ക് എല്ലാവർക്കും കൂടെ വേണം അല്ലേ? 2 അച്ഛന്മാരും 2 ചെറുക്കന്മാരും. ശരിവിനൊക്കെ ഒറ്റയ്ക്ക് പോയിക്കൂടെ? അവിടെ ഇരിക്കുന്ന ആർക്കും അറിയത്തില്ല, എനിക്കറിയാം. ആരും രൂപയില്ല. 2 അച്ഛന്മാരും 2 ചെറുക്കന്മാരും കൂടെ സിനിമയ്ക്ക് ചടങ്ങല്ലാത്ത പരിപാടിയാണല്ലോ. കണക്കല്ലാതെ ഇങ്ങനെ കണക്കിഷ്ടല്ല. എന്നാ ഉത്തരം പറയട്ടെ. അതിലെ ഒരു അച്ഛൻ അവരുടെ മുത്തച്ഛനായിരുന്നു. അങ്ങനെ ചത്തോ? അല്ലെന്ന്, മുത്തച്ഛന്റെ മകൻ ആരാ? മോൻ. ആ മോന്റെ ഒരു മോനും കൂടെ കാണത്തില്ല. അങ്ങനല്ലേ 3 പേരല്ലേ പോത്തുള്ളൂ. ഒരുമാതിരി മറ്റേടത്തെ ചോദ്യം ചോദിച്ചു 2 അച്ഛനെ താനെ ഒറ്റ അച്ഛനും ആക്കി. ഇപ്പൊ ഒറ്റയ്ക്കാന്നോ? അപ്പൊ റൂമിൽ 2 പേരും കൂടെ ഉണ്ടെന്ന് കരുതിക്കും. അപ്പൊ ഒരു കൊതുക് അവിടെ വന്നേ. കൊതുക് വന്നിട്ട് ബാക്കി റൂമിലുണ്ടായിരുന്ന 2 പേരെ കൊതുക് അടിച്ചു. അത് എന്തുകൊണ്ടായിരിക്കും? അതിന്റെ കൊമ്പുകൊണ്ട് അല്ല. പിന്നെ കുറ്റം പറയട്ടെ. കൊതുവിന്റെ കാര്യപരിപാടി എനിക്കറിയാവേ. അയ്യറണ്ണൻ ഇവിടെ വന്നു കേട്ടോ. അയ്യർ. ഓ, ലൈവാണോ?
ഓ നശിക്കാൻ ഞാൻ ഒമേഗിൾ ആദ്യമായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തത് തന്റെ നല്ല പണിയാണല്ലോ. ആക്ച്വലി ഞാന് ആദ്യമായി ഫസ്റ്റ് ഡേ ആണ് എന്റെ ഒമേഗിൾ. ഓക്കെ, ഗുഡ് ലക്ക്, ഗുഡ് ലക്ക്, ഗുഡ് ലക്ക്, ഗുഡ് ലക്ക്. എനിക്ക് ആദ്യമേ കിട്ടിയത് തന്നെയാ, ഒന്ന് ആലോചിച്ച് വെക്കണം. നിലവിൽ കൊതുക് വന്നിട്ട് ബാക്കി രണ്ടുപേരും അവർ ഓ പോസിറ്റീവ് ആണോ? അതല്ല ഉത്തരം. ഒരു മിനിറ്റ്, കൊതുക് വന്നിട്ട് കടിച്ച് എന്തുകൊണ്ട്? രണ്ടുപേരെ മാത്രമേ കടിച്ചുള്ളൂ. അല്ല, രണ്ടുപേരെ മാത്രമേ കടിച്ചുള്ളൂ. പറയട്ടെ, ഓറ്റോ ഓറ്റൊന്നുമില്ല പറഞ്ഞു. പക്ഷെ ആ കൊതുക് ആൺകൊതുകായിരുന്നേ. ഇയാളെ കണ്ടപ്പോ ആ കൊതുകിനെ നാണം വന്നു. താൻ പറയുന്നത് കണ്ട കൊതുകുകളെ ഡേറ്റ് ചെയ്ത് ഞാനങ്ങ് പൊക്കോളോന്നാണ്. എനിക്ക് എന്നെ കണ്ടിട്ട് ഒരു കൊതുകിനെ ഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരാളായിട്ട് തോന്നുന്നുള്ള ജീവിതം തമ്പുരാൻ. അല്ല, ഞാൻ ശരി ആൺകൊതുക് കടിക്കാറുണ്ടോ? അതെനിക്കറിയത്തില്ല. ഒറ്റ അടി ആൺകൊതുക് കടിക്കാറില്ല, പെൺകൊതുക് മാത്രമേ കടിക്കാറുള്ളൂ. പെൺകൊതുകാണ് പ്രശ്നം. ഇപ്പൊ വന്ന കൊതുക് ആന കഥയെ ചോദ്യം ഇല്ലെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെയാന്ന് വേറൊരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. ഓ, ഇനിയുണ്ടോ? ഇഷ്ടം പോലെ. അക്ബർ ചക്രവർത്തി അറിയോ? അക്ബർ ചക്രവർത്തി അറിയത്തില്ല, ഇപ്പൊ ബിഗ് ബോസിൽ ഇറങ്ങി അക്ബറിനെ അറിയാം. ഇത് അക്ബർ ചക്രവർത്തിയാണേ. അദ്ദേഹം റോഡ് സൈഡില് മൊത്തം തണൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ എന്താ കാരണം? അങ്ങേർക്ക് ചൂടെടുത്ത് കാണും. അല്ല, അതൊന്നും ആലോചിക്കട്ടെ. അക്ബർ ചക്രവർത്തി തണൽ മരങ്ങൾ വെച്ചു. അങ്ങനെ തണൽ മരം വെച്ചു പിടിപ്പിച്ച റോഡ് സൈഡിൽ മൊത്തം തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച. ഏത് റോഡില്? ഏതോ ആഗ്രഹമല്ലോ ആയിരിക്കും. ആഗ്രഹല്ലേ പുള്ളിയുടെ സ്ഥലം? അതെ അതെ അതെ, ഷാജഹാന്റെ ചേട്ടനാണല്ലോ. ഒരു മിനിറ്റ്, അല്ലേടാ അക്ബർ ചക്രവർത്തി മറ്റേ റോഡ് സൈഡില് കൊണ്ടുവന്ന് വെച്ച് തണൽ മരം. എന്തുകൊണ്ടായിരിക്കും? റോഡ് തണുപ്പ് കിട്ടാൻ? അല്ല. തണല് കിട്ടാൻ? അല്ല. അക്ബർ ചക്രവർത്തി സൂര്യനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ? അല്ല. പിന്നെ അങ്ങേർക്ക് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് കൊണ്ടുവച്ചതാ. ഞാൻ പറയാൻ വന്നത് അങ്ങേർക്ക് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു ചോദിക്കാൻ വന്നത്. പിന്നെ എന്റെ ഒരു മാന്യത കൊണ്ട് ഞാൻ ചോദിച്ചില്ല. എന്നാലേ വേറെ ചോദ്യം കൂടെ ചോദിക്കാം. എന്റെ ഇഷ്ടം പോലെ ഉണ്ട്, ചോദിച്ചാ ഇനി പറയുവോ? എനിക്ക് ആദ്യമേ കിട്ടിയ ഒരാളാണെങ്കിൽ പൊടി ഇട്ടാൽ വടിയാകുന്നത് എന്ത്? പൊടി ഇട്ടാൽ വടിയാണ് സിഗരറ്റ്. പൊടി പൊടി PODI പൊടി. പൊടി ഇട്ടാൽ വടി. വടിയാകുന്നത് എന്ത്? പൊടി പൊടി ഇട്ടാൽ വടിയാവുന്നത് എന്താ? നമ്മള് PODI. ക്ലൂ തരട്ടെ. രാവിലെ കഴിക്കുന്ന ഒരു സാധനമാണ്. പൊടി ഇട്ടാൽ വടിയാവുന്നത് പുട്ട്. കറക്റ്റ്. ഇത് എവിടെ നിന്നൊക്കെ എത്തിയതാ? സത്യം. അല്ല, എവിടെ നിന്നൊക്കെ എത്തിയത്? എന്നെ പറ്റിച്ചതാ. എത്ര ചോദ്യം ചോദിച്ചു? അതിനകത്ത് 4 ഉത്തരം ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ പിന്നെ നിനക്ക് മനസ്സിലേക്കൂടെ ഞാൻ ബ്രില്യന്റ് ആണ്. എന്നാലേ മൈക്കിൾ ജാക്സനെ അറിയോ? മൈക്കിൾ ജാക്സൺ ബ്രൈറ്റ് ഫോക്സിന്റെ കൂട്ടുകാരനായിരുന്നേ. ഒരിക്കൽ ബ്രൈറ്റ് ഫോക്സിന്റെ വീട്ടിൽ വന്നപ്പോഴേ മൈക്കിൾ ജാക്സനോട് ഇരിക്കാൻ പറഞ്ഞിട്ട് മൈക്കിൾ ജാക്സൺ ഇരുന്നില്ല. ഭയങ്കര ത്രിക്സൻസ്. എന്നിട്ട് എന്താ ഇരിക്കാന്? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. അങ്ങേർക്ക് മൂലക്കുരു ആയിരിക്കും. അല്ല, പിന്നെ ചിന്തിക്ക്. എന്തുകൊണ്ട് അയാൾ ഇരുന്നില്ല? അയാൾക്ക് ചിലപ്പോ അയാൾക്ക് മൂഡ് കാണത്തിലിരിക്കാൻ. അല്ല, അയാളുടെ മൂട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്ന? അല്ല, അയാൾക്ക് ബിസി ആയിരുന്നാണ്, അയാൾക്ക് താല്പര്യമില്ലായിരുന്നാണ്. ഉത്തരം പറയട്ടെ. തോറ്റില്ല, പറഞ്ഞു. മൈക്കിൾ ജാക്സന് മലയാളം അറിയത്തില്ല. സ്കിപ്പ് അടിക്കുകയാണ്. ഒരെണ്ണം കൂടെ. എന്നാ ഒരെണ്ണം കൂടെ ചോദിക്കട്ടെ. പൃഥ്വിരാജിനെ അറിയത്തില്ലേ? പൃഥ്വിരാജിനെ അറിയാം, എന്റെ ഫ്രണ്ടാ. വിദ്യാബാലനെ അറിയോ? ഓ, അത് എന്റെ ഫ്രണ്ടാ. പൃഥ്വിരാജ് വിദ്യാബാലന് ഒരു സിനിമ ഷൂട്ടിങ്ങിൽ ഇരുന്നപ്പോലെ പൃഥ്വിരാജിന്റെ 1.5 ലക്ഷം രൂപയും വിദ്യാബാലന്റെ 10,000 രൂപയും ആരും അടിച്ചോണ്ട് പോയി. പോലീസ് വന്ന് കേസെടുത്തു. പക്ഷെ ഈ പോലീസുമാരെന്തോ ചെയ്തെന്നറിയോ? വിദ്യാബാലന്റെ 10,000 രൂപയ്ക്ക് വേണ്ടിയാ മുൻഗണന കൊടുത്തത്. എന്തുകൊണ്ടായിരിക്കും? വിദ്യാബാലന് വിദ്യാഭ്യാസം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, വിദ്യാബാലൻ $10,000 ആണോ പോയ വിദ്യാബാലന്റെ? അല്ല. വിദ്യാബാലൻ ഏത് പോലീസാണ്? ഹിന്ദി പോലീസാണോ മലയാളം പോലീസായിരുന്നോ? കേരളത്തിലെ പോലീസാന്ന് വെച്ചു. റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? പറയാം, ഒന്നുകൂടെ ചോദിക്കാം. ഒരു സിനിമ ലൊക്കേഷനില് പൃഥ്വിരാജും വിദ്യാബാലനുമായിരുന്നു നായകന്മാര്. അവിടെ വെച്ച് പൃഥ്വിരാജിന്റെ 1 ലക്ഷം രൂപയും വിദ്യാബാലന്റെ 10,000 രൂപയും ആരോ മോട്ടിച്ചോണ്ട് പോയി. അപ്പോള് പോലീസ് വന്ന് കേസെടുത്ത് അന്വേഷിച്ചപ്പോള് വിദ്യാബാലന്റെ 10,000 രൂപയ്ക്ക് ആൾക്കാർ പോലീസ് മുൻഗണന കൊടുത്തത് എന്തുകൊണ്ടാ? ഓ,
വിദ്യാബാലൻ. വിദ്യാബാലനല്ലേ ചെറുക്ക? അല്ല. 18 വയസ്സിന് താഴെയാണ് വിദ്യാബാലൻ. അല്ല. ഇത് ക്ലൂ തരാം. ഇതൊരു പ്രൊവർബ, പഴഞ്ചൊല്ല. മലയാളം. മലയാളം മലയാളം മലയാളം. ബാലന്റെ അച്ഛൻ പോലീസാണ്. എന്താണ് പഴഞ്ചൊല്ല്? അല്ല. വിദ്യാബാലൻ. വിദ്യാദാനം സർവധനാൽ പ്രധാനം. അതാണോ? അവരെന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഇവിടെ പഴഞ്ചൊല്ലല്ലേ ഞാൻ വീട്ടിക്കൊക്കെ എഴുതി വെച്ചേക്കുന്നത്. പോയ അവിടുന്ന്. ആൻസർ കറക്റ്റാ. വിദ്യാധനം സർവതാൽ പ്രധാനം. അതുകൊണ്ട് അവിടെ നോക്കി വായിച്ചിട്ട് സപ്പോർട്ട് ചെയ്യുക. അവരൊക്കെ ക്ലൂ തരല്ലേ എന്ന് പറ. അങ്ങനാണല്ലേ കാണിക്കുന്നത്. ഇവിടെ വേറെ ഒരു മനുഷ്യനില്ല. ഞാൻ ഇവിടെ ഒറ്റയ്ക്കൊരു റൂമിലിരിക്കുക. ആണോ? ആ, ലൈവ് അല്ല ഞാന്. ആര് പറഞ്ഞല്ലോ? പിന്നെ ഞാൻ എടുത്തു നോക്ക്. ഞാൻ ലൈവ് അല്ല. ആണോ? എന്നാല് വേറൊരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ആൾക്കാർ വന്നിരിക്കുമല്ലോ. നമ്മൾ ഇരിക്കാൻ പറയുന്ന ഇവിടെ കസേരയിലും അവിടെ സോഫയിലും ഒക്കെ അല്ലേ ഇരിക്കാൻ പറഞ്ഞ. മറിച്ച് നമ്മളൊരു ടൂളയിൽ ഇരിക്കാൻ പറഞ്ഞാൽ അവർ ഇരിക്കത്തില്ല. എന്തുകൊണ്ടാ? സ്റ്റൂളിൽ ഇരിക്കാൻ പറഞ്ഞ ഇരിക്കത്തില്ലേ? അഹങ്കാരം കൊണ്ട്. അല്ല. പിന്നെ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. സ്റ്റൂൾ അല്ല. പിന്നെ അതിന്റെ മുമ്പ് ഒരു സാധനം ഞാൻ പറഞ്ഞായിരുന്നു. ഒന്നോട് ഇനിയും പറഞ്ഞ ക്ലൂ കിട്ടും. അത് വേണ്ട. കസേരയിലും സോഫയിലും ഇരിക്കാൻ പറഞ്ഞ ഇരിക്കും. സ്റ്റൂളിൽ ഇരിക്കാൻ പറഞ്ഞ ഇരിക്കത്തില്ല. മറിച്ച് സ്റ്റൂളിൽ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കത്തില്ലെന്നേ. അതെന്താ? മറിച്ച് സ്റ്റൂളിൽ എങ്ങനെയാണോ കയറി ഇരിക്കുന്നേ? എന്താ അത്രയും പറഞ്ഞപ്പോഴാ കത്തിയേ. പിന്നെ ഒരു ഉപദേശം തരാനുണ്ട്. ഇതിനകത്തോട്ട് കേറുന്ന എല്ലാം സഹിച്ചോണ്ടേ കേറാവും. ഓക്കെ, ഒരു ലൈസൻസ് ഇല്ലാത്തവന്മാരാ ഇതിനകത്തുള്ളത്. ഓക്കെ, എല്ലാം. ഞാൻ എന്തായാലും ആദ്യത്തെ ദിവസം ഞാൻ ഇതുവരെ ഒമ്മൈക്കിൾ ചെയ്തിട്ടില്ല. സോ ഞാൻ വിചാരിച്ചൊന്ന് ഒമ്മൈക്കിൾ ചെയ്ത് നോക്കാം. ബിക്കോസ് ഞാൻ ഇതുവരെ കൈ കിടത്താതിരുന്നതിന്റെ മെയിൻ കാരണം അറിയാലോ എന്താണ്. പിന്നെ ഇപ്പൊ ഞാൻ കണ്ടുവരുന്നതിനകത്ത് ബട്ട് കുറവുണ്ട് കുറച്ച്. ഈ ഒരു സൈറ്റിൽ കുറച്ച് കുറവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്തേ. ചെയ്യാം. എന്റെ ചാനലിന്റെ പേര് എന്റെ പുന്നക്കാടൻ ഗെയിമിംഗ്. ഇവിടെ എഴുതിയിട്ടുണ്ടല്ലേ? ചെയ്യാം. അതിന് ഇൻസ്റ്റയിലും ഉണ്ട്. സപ്പോർട്ട് ചെയ്യണേ. ഞാനിത് നാളെ വെറ്റിയിട്ടോട്ടെ. ഓ, അതാണ് എനിക്ക് സ്വഭാവമുണ്ട്. ഞാൻ ചോദിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പൊ പൊക്കോട്ടെ. സീ യു. ഫസ്റ്റ് കസ്റ്റഡിയിൽ എല്ലായിരുന്നു. അതെ, നല്ലായിരുന്നു. അണ്ണൻ പണ്ട് കണ്ണാപ്പിയെ കണ്ടുകൊണ്ട് ആവല്ലേന്നേ ഉള്ളു എന്റെ പ്രാർത്ഥന. ഒമേകളില് എന്റെ ആദ്യത്തെ ഇതാണ്, എന്റെ കണിയാണ് എന്റെ ഒമേകൾ ചരിത്രത്തില്. അതെ, ചാത്തന്റെ എല്ലാ അനുഗ്രഹവും കാണും. എന്റെ പേര് ചാത്തൻ പൊത്തത്ത് എന്നാണ് കേട്ടോ. ബൈ.